പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരാളുടെ വെയിറ്റ് എങ്ങനെ കുറക്കാം. വെയിറ്റ് കൂടിയത് കൊണ്ടാണ് കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ എന്നീ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്ന ഡോക്ടർമാരുടെ അഭിപ്രായം. ഈ വെയിറ്റ് എങ്ങനെ കുറക്കുക എന്നുള്ളത് ഈ വീഡിയോൻ്റെ അവസാനം വരെ കാണുക. അതിൽ പറയും. ഒരാൾക്ക് എത്ര വെയിറ്റ് വേണം എന്നാൽ അത് ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരാൾക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റുണ്ടെന്ന് വെച്ചിരിക്കട്ടെ, അയാൾക്ക് 60 കിലോ മാത്രമേ വെയിറ്റ് പാടുള്ളൂ, അതായത് 100 തള്ളുക. ഒരാൾക്ക് 150 സെൻറ്റിമീറ്റർ ഹൈറ്റുണ്ടെന്ന് വെക്കുക, അയാളുടെ വെയിറ്റ് 52 കിലോ. കാരണം 52-ൽ പുരുഷൻ 52-ഉം സ്ത്രീക്ക് 48-ലും വെയിറ്റ് കുറയാൻ പാടില്ല, അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഒരാൾക്ക് 165 സെൻറ്റിമീറ്റർ വരാറുള്ളൂ, അയാൾക്ക് 80 കിലോ തൂക്കം ഉണ്ടെന്ന് വിചാരിക്കുക, അയാൾ 15 കിലോ കുറക്കണം. കാരണം അയാൾക്ക് അനുവദിച്ച 65 മാത്രമാണ്. 165-ൽ 100 പോയാൽ 65. ഇനി ഏതെല്ലാം ആളുകൾക്കാണ് ഭക്ഷണത്തിൽ കൂടെ ഇത് കുറയും, ഏതെല്ലാം ആളുകൾക്കാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഏതെല്ലാം ഭക്ഷണങ്ങളാണ് ഏറ്റവും ഊർജ്ജമുള്ള ഏതാണ്, ഇതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഭക്ഷണം കൂടുതൽ കഴിക്കേണ്ടി വരും, കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. എന്നാൽ കഠിനാധ്വാനം ചെയ്യാത്തവർക്ക് കുറഞ്ഞ ഭക്ഷണം വേണ്ടും. കഠിനാധ്വാനം കുറഞ്ഞവർക്ക് കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അത് കൊഴുപ്പായ രൂപത്തിൽപ്പെടും, ശരീരഭാരം കൂടും. അതുകൊണ്ട് അവർ കുറച്ച് ഭക്ഷണം കഴിക്കുക. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് തൊഴിലാളികൾ കഠിനാധ്വാനം ചെയ്യുന്ന, അതായത് കയറ്റിറക്ക് തൊഴിലാളികൾ, ലോഡിങ് തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, അതുപോലെ തന്നെ കിണർ കുഴി, മരം വെട്ട്, അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്ക് 2400 കലോറി ഊർജ്ജം വേണം. എന്നാൽ റോഡ് പണി, അതുപോലെ തന്നെ കാർപ്പൻ്റർ, മരത്തിൻ്റെ പണിയെടുക്കുന്നവർ, മില്ലിൽ ശീർച്ച മില്ലിൽ പണിയെടുക്കുന്നവർക്ക് 2200 കലോറി ഊർജ്ജമാണ്. ഇനി അതിൻ്റെ താഴെ വരുന്നത് കർഷക തൊഴിലാളികൾ, ഹോട്ടൽ തൊഴിലാളികൾ, അതുപോലെ തന്നെ ചില പീഡിക തൊഴിലാളികൾ, ബസ് ഡ്രൈവർമാർ, ഇവർക്ക് 2000 കലോറി ഊർജ്ജം മാത്രമേ ആവശ്യമുള്ളൂ. അതിൻ്റെ ചുവട്ടിൽ വരുന്നത് പെയിൻറ്റിങ്, പ്ലംബിങ്, ഗ്രിൽസ് പണി, അതുപോലെ തന്നെ മറ്റു ചില ജോലി ചെയ്യുന്നവർ, ചെറിയ ചെറിയ ജോലികൾ, പീടികയിൽ നിൽക്കുന്ന തൊഴിലാളികൾ, ഇവർക്കെല്ലാം 1800 കലോറി ഊർജ്ജമാണ്. ഇനി വരുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുന്നതും അതുപോലെ സ്വകാര്യ ഓഫീസുകളിൽ എന്ത് ജോലി ചെയ്യുന്നവർക്കും 1600 കലോറി ഊർജ്ജം മാത്രമേ ആവശ്യമുള്ളൂ. ഇനി അതിൻ്റെ ചോട്ടിൽ വരുന്നത് തുണി ഷോപ്പിൽ നിൽക്കുന്ന തൊഴിലാളികൾ, അതുപോലെ തന്നെ പച്ചക്കറി കച്ചവടക്കാർ, അതുപോലെ തന്നെ മീൻ കച്ചവടക്കാർ, അങ്ങനെ ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളിൽ നടന്നു വിൽക്കുന്നവർ, ഇവർക്കെല്ലാം 1600 കലോറി ഊർജ്ജം മാത്രമേ ആവശ്യമുള്ളൂ. അതിൻ്റെ ചോട്ടിൽ വരുന്ന ആളുകൾ ചെറിയ വാച്ച് റിപ്പയർ, ചെറിയ ഈ മൊബൈൽ ഷോപ്പ്, അതുപോലെ തന്നെ ലളിതമായ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ സ്വർണ്ണ പിടിയിലിരിക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാം 1400 കലോറി ഊർജ്ജം ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ കേസിലിരിക്കുന്ന ആളുകൾ, അതായത് ഹോട്ടൽ, തുണിഷാപ്പ്, അതുപോലെ തന്നെ പല പീടിയൻ്റെ പലചരക്ക് പീടിക, ഈ ഷോപ്പുകളെല്ലാം നിൽക്കുന്ന കേസിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് വലിയ അധ്വാനമില്ല, അവർക്ക് 1200 കലോറി ഊർജ്ജം മാത്രമേ ആവശ്യമുള്ളൂ. അവർ അധികം കഴിച്ചാൽ അത് കൊഴുപ്പായിട്ട് രൂപാന്തരപ്പെടും, അത് രോഗങ്ങളായിട്ട് മാറും. ഇനി മറ്റു കുറേ പറ്റി പറയാം. ഓരോരുത്തർക്കും ഓരോരോ ഭക്ഷണത്തിൻ്റെ എത്ര ഊർജ്ജം കിട്ടണം. 1 കിലോ അരിയിൽ 1200 കലോറി ഊർജ്ജമുണ്ട്. അതുപോലെ 1 കിലോ കപ്പയിൽ 1600 കലോറി ഊർജ്ജമുണ്ട്. 1 കിലോ നേന്ത്രപ്പഴത്തിനും 1600 കലോറി ഊർജ്ജമുണ്ട്. ചെറുപയർ മുളപ്പിച്ചതിന് 1700 കലോറി ഊർജ്ജമുണ്ട്. അതുപോലെ തന്നെ മധുരക്കിഴങ്ങിൽ 1300 കലോറി ഊർജ്ജമുള്ളൂ. അതുപോലെ തന്നെ ചക്കപ്പുഴുക്കിൽ 1000 കലോറി ഊർജ്ജം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ഭക്ഷണത്തിനും ഓരോ ഊർജ്ജമാണ്. അതുപോലെ തന്നെ കോഴിയിറച്ചി, അതുപോലെ തന്നെ ആട്ടിറച്ചി, അതുപോലെ തന്നെ മുട്ട, പാല്, ഇതിലെല്ലാം ഊർജ്ജങ്ങൾ കൂടുതലുണ്ട്, കൊഴുപ്പും കൂടുതലുണ്ട്. കാടയിറച്ചിയിലാണ് ഏറ്റവും കൊഴുപ്പ്. അപ്പോൾ ഈ ഭക്ഷണങ്ങളെല്ലാം വളരെ ലളിതമായിട്ട് മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ, എപ്പോഴും കഴിക്കുവാൻ പാടില്ല. കഴിച്ചാൽ വെയിറ്റ് കൂടും. ജീവിതശൈലി രോഗങ്ങളായ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ വരും. കൊളസ്ട്രോളും വരും, പ്രഷറും വരും, ഷുഗറും വരും, ഇതൊക്കെ വരും. അതുകൊണ്ട് ഈ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഒരു ഭക്ഷണമാണ് മദ്യത്തിൽ ഒരുപാട് ഊർജ്ജമുണ്ട്.
മദ്യം എപ്പോഴും കഴിക്കുവാൻ പാടില്ല. എപ്പോഴും കുറച്ച് കഴിച്ചാൽ തന്നെ മദ്യം ഏതെങ്കിലും ഒരു തവണ കഴിച്ചാൽ തന്നെ അന്ന് വേറെ ഭക്ഷണം കഴിക്കുവാൻ പാടില്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കോഴിയും വാങ്ങി അല്ലെങ്കിൽ ഒരു പോത്തിറച്ചി ഉള്ളേറ്റ് അതുമായിട്ടാണ് മദ്യം കഴിക്കുന്നത്. ഒരിക്കലും പാടില്ലാത്തതാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ല മദ്യം കഴിക്കുക. ഒരു കടലയോ വറുത്ത കടലയോ അല്ലെങ്കിൽ മിച്ചറോ അങ്ങനെ ലഘു ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചിട്ടാണ് അന്ന് മദ്യം കഴിക്കുക. മദ്യം കഴിച്ചാൽ അന്ന് അധികവും ഭക്ഷണം കഴിക്കുക ഉണ്ടാവില്ല. അത് തന്നെ അന്ന് ചെറിയ ഭക്ഷണമാണ്. ഇന്നല്ല, മദ്യവും കഴിച്ച് ഒരുപാട് ബിരിയാണിയും ഒക്കെ കഴിച്ചാൽ രോഗം വരുന്ന കാര്യം തീർച്ചയാണ്. ഇനിയിപ്പോൾ ഇത് വരുന്നത് ഈ ഇറച്ചിയാണ്. ഇറച്ചി എന്ന് വെച്ചാൽ മാംസങ്ങൾ എന്ന് പറഞ്ഞാൽ ആട്, പോത്ത്, കോഴി, കാട, ഇതിലെല്ലാം വളരെയധികം ഊർജ്ജമുണ്ട്. അതിൽ കൊഴുപ്പ് കുറഞ്ഞ ഇറച്ചി കോഴി ഇറച്ചിയാണ്. കോഴി ഇറച്ചിക്ക് വളരെ കൊഴുപ്പ് കുറവാണ്. ഏറ്റവും കൊഴുപ്പുള്ള ഇറച്ചി എന്ന് പറഞ്ഞാൽ കാട ഇറച്ചി. 1000 കോഴിക്ക് അരക്കാട, അതായത് 1000 കോഴീൻ്റെ അത്ര കൊഴുപ്പുണ്ടാകും ഒരു കാടക്ക്. അതാണ് 1000 കോഴിക്ക് അരക്കാട എന്ന് പറഞ്ഞത്. അപ്പോൾ കാടേൻ്റെ ഭക്ഷണം അധികവും ഈ അങ്ങനെ അധ്വാനിക്കുന്നവർ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ഇത് കുറക്കാം? ഇതിപ്പോൾ എൻ്റെ സുഹൃത്ത് ഒരിക്കലും ഒരു ക്ലിനിക്കിൽ പോയിരുന്നു. അവിടെ നിന്ന് അവർ കൊടുത്തത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ലേശം തേനും പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം പച്ചക്കറി, പിന്നെ വെണ്ട, അതുപോലെ തന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ കക്കിരി, ഇതെല്ലാം തിന്നു കൊടുത്ത് രാത്രി ഒരാൾ തരും. ഇത് ഒരാഴ്ച കൊടുക്കുമ്പോഴേക്ക് ഇയാളുടെ വെയിറ്റ് കുറഞ്ഞു. പക്ഷേ ഇത് എല്ലാ ദിവസവും കൊണ്ടുപോകാനാവോ? ഇങ്ങനെ ജീവിക്കുവാനാവോ ഇത് മാത്രം കഴിച്ചിട്ട്? അതുകൊണ്ട് ഞാനീ പറയുന്ന ഭക്ഷണം എടുത്താൽ നിങ്ങൾക്ക് എല്ലാ കാലവും ജീവിക്കുക, നല്ല തൂക്കം കുറയുകയും ചെയ്യും, കൊളസ്ട്രോളിനും ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം കുറയും. ഇത് ലഘുവായിട്ട് പച്ചക്കറിയാണല്ലോ, മാംസങ്ങൾ നീര് കഴിക്കാൻ പാടില്ല. ഇത് ആദ്യമായിട്ട് ഞാനീ പറയുന്ന രോഗത്തിന് ചികിത്സ എടുക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഡോക്ടറോട് ചോദിച്ചിട്ട് നമ്മുടെ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ ഇതെല്ലാം ഒന്ന് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ കുറക്കണ്ടൂ. അല്ലാണ്ട് വെയിറ്റ് കുറക്കാൻ പാടില്ല. ഡോക്ടർ പറയുക നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് ഉണ്ട്, അത് ഇത്ര കുറയണം എന്ന് ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചികിത്സ എടുക്കാം. ആരും ഈ ചികിത്സ എടുക്കരുത്. അതുപോലെ തന്നെ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, പ്രഷർ കുറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഷുഗർ കുറഞ്ഞു പോകുന്ന അപൂർവ ആളുകളുണ്ട്, എല്ലാവർക്കും ഒന്നുമില്ല, അപൂർവ ആളുകൾക്ക് പ്രഷർ കുറഞ്ഞ പോകുന്ന ആളുണ്ട്, ഷുഗർ കുറഞ്ഞു പോകുന്ന ആളുണ്ട്. അവർ ഈ ചികിത്സ രീതി എടുക്കരുത്. പ്രത്യേകം പറയുന്ന അവരോട് ചികിത്സ നിങ്ങൾ ആർക്കും ഉപദേശിക്കുന്നില്ല. ആ ഡോക്ടറോട് ചോദിച്ചിട്ട് മറ്റെന്തെങ്കിലും ചികിത്സ എടുക്കുക. ഇത് നമ്മളിപ്പോൾ ചികിത്സിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊണ്ട് തന്നെ കുറക്കുന്നത്. മറ്റ് ഭക്ഷണത്തിൽ കൂടെ രണ്ട് വേറൊരു വിദ്യയില്ല. ഇതിപ്പോൾ ഒരാളിപ്പോൾ 1200 കഴിക്കുന്നതിൻ്റെ ഏറ്റവും കുറവുള്ളതാണ്. 1200 കലോറി ഊർജ്ജം ഒരാൾക്ക് ആവശ്യമുള്ളൂ. എന്നാൽ അയാൾ 1800 കഴിച്ചാലോ 600 കലോറി ഊർജ്ജം കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ അത് സ്റ്റോക്ക് ചെയ്യും. അതുപോലെ തന്നെ 1600 വേണ്ടിയാൽ 2400 എടുത്താലോ 800 കലോറി ഊർജ്ജം അവിടെ കൊഴുപ്പായിട്ട് ഇതിങ്ങനെ കൂടി കൊഴുപ്പായി ശരീരം കൊഴുത്ത് തടിച്ച് ഇങ്ങനെയാണ് വെയിറ്റ് കൂടുന്നത്. പണ്ട് കാലത്തിലാണെങ്കിൽ ഈ നോമ്പെടുക്കുന്നവർക്ക് കുറച്ച് കിട്ടും. എന്താ കുറേ സ്റ്റോക്ക് ചെയ്ത കൊഴുപ്പ് നോമ്പ് കാലത്ത് അങ്ങ് എടുത്തു ശരീരത്തിനുള്ളിൽ അങ്ങ് എടുക്കും ശരീരം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ശിവരാത്രി എടുക്കുന്നുണ്ട്. ശിവരാത്രി എടുക്കുന്നവർക്ക് ഈ പറഞ്ഞ കൊഴുപ്പ് കുറേ കൂട്ടി വെച്ച കൊഴുപ്പെല്ലാം ഒരു ദിവസം അങ്ങ് പോകും. കാരണം അത്രയും പ്രയാസമാണ് ശിവരാത്രി എടുക്കുക. രാവിലെ തൊട്ട് വ്രതം എടുത്തിട്ട് രാത്രി 9 മണി വരെ ഒന്നും കുടിക്കാണ്ട് നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ള കൊഴുപ്പെല്ലാം ശരീരം തന്നെ വലിച്ചെടുക്കേണ്ടി വരും ശരീരത്തിൻ്റെ ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ കൊഴുപ്പ് കുറയും, ഈ കൂട്ടി വെച്ച കൊഴുപ്പെല്ലാം കുറയും. ഇതങ്ങനെയല്ല, ഇത് ഓരോ ദിവസവും ഇങ്ങനെ കൊഴുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയല്ല, അവറ്റ് കുറക്കുന്നൊരു പ്രയോജനമല്ല. ഇന്ന് 1400 കലോറിൻ്റെ ആവശ്യമുണ്ട്, 2000 കലോറിൻ്റെ കഴിക്കുന്നത്, ആ പിറ്റേന്ന് മതി തന്നെ കഴിക്കുന്നത്, പിന്നീട് രോഗം കുറയാൻ പോകുന്നത്. ഭക്ഷണത്തെക്കുറിച്ച് തന്നെ കുറക്കണം. എന്നാൽ പച്ചക്കറിയിൽ അത്രയൊന്നും ദോഷമില്ല. ഒന്നാമത് ഈ കാടിറച്ചി പോലത്തെ ഇറച്ചിയിൽ അമിതമായ കൊഴുപ്പാണ്. ഇതെല്ലാം നല്ലവണ്ണം കഴിക്കുന്നതെങ്കിൽ അയാൾക്ക് കാര്യം തന്നെ പോക്കാം. അതിലെന്താ രോഗം വരുമോ എന്നുള്ളത് കണ്ടറിയാനാവണം. ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞ് ഈ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് രാവിലെ ഭക്ഷണം കഴിക്കാവുന്ന രീതിയാണ്. ഇവർ പഞ്ചസാര, പാല് ഇവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇറച്ചി, മീൻ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒരു സാധനങ്ങൾ ഉപയോഗിക്കണം, മദ്യം ഉപയോഗിക്കാൻ പാടില്ല, മറ്റുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുക പാടില്ല. മദ്യം തീരെ പാടില്ല, പുകവലി ഒന്നും പാടില്ല. രാവിലെ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. 2 പെട്ട് ഒരു കക്കരി കറി വെച്ചത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഉച്ചക്ക്
നല്ലോണം ചോറ് കഴിക്കുക. ഒക്കെ കക്കിരീൻ്റെ കറി മാത്രമേ പറ്റും, വേറൊരു കറിയും പറ്റില്ല. കക്കിരി മാത്രം കഴിക്കുക. കക്കിരി കറി വയ്ക്കുക, അത് ഇത്ര കഴിക്കാൻ കഴിച്ചോളുക. ഇനി രാത്രിയാണ് പിന്നെ ഭക്ഷണം. രാത്രി ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ പിന്നെ ഒരു പത്തലോ അങ്ങനെ, അതിന് കറി വേണമെന്നില്ല. കറി മാത്രം കഴിക്കുക. ചൂടുവെള്ളമോ ചായയോ എന്തെങ്കിലും, പഞ്ചാര ഇല്ലാത്ത ചായ കുടിക്കുക, പഞ്ചാര പാലും ഇല്ലാത്ത ചായ. അത് അതിൻ്റെ കൂടെ 2 കക്കിരി ഒന്നെങ്കിലും തിന്നണം. ഒരു കക്കിരിയാണ് ഇത് കുറക്കുന്നത് രോഗം. കക്കിരി എത്രത്തോളം തിന്നാൻ സാധിക്കും അത്രയും വെയിറ്റ് കുറക്കും മനുഷ്യൻ്റെ. കക്കിരി കോപ്പിനില്ലാണ്ടാക്കും, ഷുഗറിനില്ലാണ്ടാക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞ ഷുഗറും പ്രഷറും കുറയുന്ന ആൾക്കാർ ഇത് കഴിക്കാതെ കക്കിരി അരച്ചാൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പറ്റിച്ചായി രോഗങ്ങൾ വരും, മോഹാലസ്യം മറ്റു കാരണം വരും. അതുകൊണ്ട് അവരെടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാ. ഇതെല്ലാം കൂടുതൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവൂ. അതൊരു 10 ദിവസം കഴിയുമ്പം നിങ്ങളിത് പരിശോധിക്കണം ഡോക്ടറെ പോയിട്ട്. ഇതെന്ത് തൂക്കത്തിലെ കുറയുന്നുണ്ടോ? 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ പച്ചപ്പുളിയും കാന്താരിയും കൂടി അരച്ചിട്ട് മുളകാക്കിയിട്ട് അത് കഴിക്കാം. പച്ചപ്പുളി ഇപ്പം കിട്ടുകയില്ലെങ്കിൽ മറ്റേ പുളി ചേർത്താൽ മതി. ഇത് കുറേ ദിവസം കക്കിരി കൂട്ടി ഭക്ഷണം കഴിച്ചെടുക്കുമ്പോൾ മടുത്തം വരും. ഈ പച്ചപ്പുളിയും കാന്താരിയും ശരീരത്തിൻ്റെ ഭാരം കുറക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഭക്ഷണങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞ് 21 ദിവസം നിങ്ങൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിട്ട് കുറയുമെന്നുള്ള കാര്യം തീർച്ചയായും ഞങ്ങളുടെ വെയിറ്റ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പച്ചക്കറിയും കുറച്ച് മാത്രം മറ്റ് മത്സ്യങ്ങളുടെ എപ്പോഴെങ്കിലും അതിനെ ആ കുറഞ്ഞ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ അതിൽ നിലനിർത്തുക. ആ കുറഞ്ഞ വെയിറ്റ് എല്ലാ കാലവും നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. മറിച്ച് വേറൊരു മാന്ത്രിക വിദ്യയല്ല, നമ്മൾ തന്നെ കുറക്കണം. നമ്മൾ തന്നെയാണ് നമ്മളെ വെയിറ്റ് കുറക്കേണ്ടത്. നമ്മൾ തന്നെ ഭക്ഷണം, ഈ ഭക്ഷണം അമിതമായിട്ട് കഴിച്ച് കൊണ്ട് കേരളീയർക്ക് ഇത്രയധികം രോഗങ്ങൾ വരുവാൻ കാരണം. ഇപ്പം ഷുഗറിൻ്റെ എന്ന് വെച്ചാൽ 30% കേരളത്തിൽ. ഇത് കുറയ്ക്കണം. ഇത് കുറച്ചില്ലെങ്കിൽ ഈ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ വ്യായാമം ഉണ്ടായിരുന്നു. ഇപ്പം വ്യായാമമില്ല. വ്യായാമം എന്നാൽ കോൽക്കളി, പൂരക്കളി, വോളിബോൾ കളി, ഇതൊന്നുമില്ല. ആളുകൾ അധ്വാനിക്കാത്തൊരു വിഭാഗം കൂടുതലുണ്ട്. അപ്പോൾ അധ്വാനിക്കുന്നതിന് കൂടുതൽ ഭക്ഷണം വേണം. ഇല്ലെന്ന് പറഞ്ഞാൽ അധ്വാനിക്കാത്തതിന് കുറഞ്ഞ ഭക്ഷണം വേണ്ട. അധ്വാനിക്കുന്നതിന് കുറച്ചൊക്കെ വൈകുന്നേരം ഒരു മദ്യമൊക്കെ കഴിച്ചാൽ അത് പ്രശ്നമല്ല. മറ്റുള്ളവർ കഴിച്ചാൽ അത് കൂപ്പായിട്ട് രൂപപ്പെടും, നിങ്ങൾക്ക് രോഗങ്ങളായിട്ട് മാറും. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമസ്കാരം.